ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വൈകാതെ പുറത്തുവന്നിരുന്നു. പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളായ ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി തുടങ്ങിയ നഗരങ്ങളിലെ അടക്കം പാകിസ്ഥാനിലെ 12ഓളം സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വലിയ ആക്രമണമായിരുന്നു ഇത്. ശത്രു റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് വളരെ താഴ്ന്നു പറന്നു ചെന്ന് ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ലോയിറ്ററിംഗ് അമ്മുണിഷൻ അഥവാ സൂയിസൈഡ് ഡ്രോൺ വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോണുകളെയാണ് സൈന്യം ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത്. പാകിസ്ഥാനിലെ ലാഹോർ എയർപോർട്ടിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ള ചൈനീസ് നിർമ്മിത HQ-9 എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിഞ്ഞിരുന്നു. ഇസ്രായേൽ നിർമ്മിത ഹാർപ്പോ അഥവാ ഹാർപി എന്ന് അറിയപ്പെടുന്ന ഡ്രോണുകളെയാണ് സൈന്യം ഈ ദൗത്യത്തിനായി ഉപയോഗിച്ചത്. ഇസ്രായേലിലെ IAI കമ്പനി നിർമ്മിച്ചിരിക്കുന്ന ഈ ഡ്രോണുകൾക്ക് വളരെയേറെ സവിശേഷതകൾ ഉണ്ട്. 2.3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള ഈ ഡ്രോണുകൾക്ക് 23 കിലോഗ്രാം വരെയുള്ള വാർഹെഡുകളെ വഹിക്കാൻ കഴിയും. തുടർച്ചയായി 9 മണിക്കൂർ വരെ പറക്കാൻ കഴിയുന്ന ഇവയ്ക്ക് 200 കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്തി തകർക്കാനുള്ള കഴിവുണ്ട്. 417 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഇവയ്ക്ക് 4600 മീറ്റർ ഉയരത്തിൽ വരെ പറക്കാൻ ശേഷിയുണ്ട്. ഒരേ സമയം ലക്ഷ്യങ്ങൾ മുൻകൂട്ടി സെറ്റ് ചെയ്തു വെച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായും ഓപ്പറേറ്റർമാരുടെ സഹായത്തോടെ മാനുവലായും ഈ ഡ്രോണുകളെ പറത്താൻ കഴിയും. ടാർഗറ്റുകൾ കൃത്യമായി കണ്ടെത്താൻ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസർ, ഇൻഫ്രാറെഡ് സെൻസർ അടക്കമുള്ള ആധുനിക സെൻസർ സംവിധാനങ്ങളുള്ള ഇവയ്ക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളെയും കണ്ടെത്തി തകർക്കാൻ കഴിയും. വെറും 0.5 മീറ്റർ സ്ക്വയറിന്റെ റഡാർ ക്രോസ് സെക്ഷൻ മാത്രമുള്ള ഈ ഡ്രോണുകൾക്ക് വളരെ താഴ്ന്നു പറന്നുകൊണ്ട് റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ കഴിയും എന്നതാണ് ഇവയുടെ പ്രധാന സവിശേഷത.